ഇതുവരെ കേരളമാണ് ദൃശ്യങ്ങൾ അങ്ങ് അയച്ചു തരണം. അങ്ങ് എത്ര പേര് അയച്ചു തരണം, ഞാനത് അത് സംപ്രേഷണം ചെയ്യും, ഉറപ്പായും സംപ്രേഷണം ചെയ്യും. മന്ത്രിക്ക് ആരാണ് ഈ വെളുപ്പം കാലത്ത് 4 മണിക്ക് ഡിസ്ചാർജ് കൊടുത്തത്? കേരളത്തിലെ ആശുപത്രിയിൽ വെളുപ്പിന് 4 മണിക്ക് ഡിസ്ചാർജ് കൊടുക്കുന്ന പദ്ധതി ഉണ്ടോ? അത് മറ്റു ആളുകൾക്ക് അനുവദനീയമാണോ? അത് ക്യാപ്സൂൾ ഉണ്ടാക്കാനുള്ള മാധ്യമപ്രവർത്തകരുടെ വ്യഗ്രതയിൽ അയാൾ പറയുന്ന വ്യാഖ്യാനമാണ്. ഇത് കോടതി പോയ കോടതിയുടെ തോട്ടിക്കളയും പി കെ ഗോപൻ. ഒരു നോക്ക് കണ്ടോളൂ, ചിരിക്കരുതേ. യഥാർത്ഥത്തിൽ എന്തുണ്ടായി എന്നറിയാത്ത ക്ലാരിറ്റി ഇല്ലാത്ത ആദ്യ മണിക്കൂറുകളിൽ ഏതോ കേസുകാർ കേരളത്തിന്റെ ആരോഗ്യമന്ത്രിയുടെ കഴുത്ത് പിടിച്ചു തിരിച്ചു, കൈപിടിച്ചൊടിച്ചു എന്നൊക്കെ പാർട്ടി സെക്രട്ടറി പട്ടാപ്പകൽ പച്ചക്കള്ളം പറഞ്ഞത് പോട്ടെ. നമ്മളൊരു ആവേശത്തിന് പറയുമ്പോൾ ഒരു കൊഴുപ്പുണ്ടാവാൻ 10 വോട്ടിന്റെ സ്കോപ്പ് നോക്കലാണ്. പക്ഷേ ഐഡിയലി രാഷ്ട്രീയാതീതമാകേണ്ട സഭാനാഥൻ കലാപങ്ങൾക്കും കുത്തിക്കൊലകൾക്കും കാരണമായേക്കാവുന്ന ഒരു പൊട്ടിത്തെറി അന്തരീക്ഷത്തിൽ ആരോഗ്യമന്ത്രിയെ കയ്യേറ്റം ചെയ്ത് കണ്ണിൽ കണ്ടു എന്ന മട്ടിൽ ബെടായി അടിക്കാവോ? ദാ വരുന്ന SKN തമ്മിൽ ഷോയിൽ ആ കുട്ടിയുണ്ട്. ആയുഷ്കാലത്തേക്ക് കൈമുറിച്ചു കളഞ്ഞ പാലക്കാട്ടെ കുഞ്ഞ്. ആരോഗ്യമന്ത്രിയുടെ അജ്ഞാതമായ കഴുത്തുവേദന പോലെയല്ല, ആ പാവത്തിനെ കാണുമ്പോ ചങ്കു പറയുന്ന വേദനയാണ് ഈ പരാജയ സംവിധാനം മുറിച്ചു കളഞ്ഞ വലത്തെ കൈ അടക്കം. അതിൽ സത്യമല്ലേ? ഞാൻ മാത്രമല്ല, അവരെല്ലാവരും അണ്ടർ കാർപ്പറ്റിൽ താഴേക്ക് പൂഴ്ത്തി വെക്കാനാണ് ഈ അബച്ചർ ഡ്രാമയെങ്കിൽ അതൊക്കെ ഒന്ന് വാരി വിഴുങ്ങാൻ നാട് മൊത്തം മുണ്ണക്കൂട്ടങ്ങൾ വിധേയ പ്രജകളെന്നാണോ ധാരണ? രാഷ്ട്രീയ കേരളത്തിന്റെ തലയിൽ ഒന്നാം തരം തലച്ചോറാണ് മാഷെ, മാട്ടപ്പിണ്ണാക്കല്ല. വിപ്ലാഷ് ഇഞ്ചുറി എന്താണോ ആ പേര്, അതുപോലെയുള്ള ഇഞ്ചുറി ആണെങ്കിൽ പെട്ടെന്ന് ഇപ്പോൾ വെട്ടിത്തിരിഞ്ഞതാണെങ്കിൽ ചിലപ്പോൾ സംഭവിക്കാം. മുദ്രാവാക്യം കേൾക്കുമ്പോൾ ആരടാ വാടാന്നൊക്കെ വെല്ലുവിളിക്കുന്ന ആളുകൾ ചിലപ്പോൾ മുദ്രാവാക്യം കേട്ടപ്പോൾ പെട്ടെന്ന് ഞെട്ടിത്തിരിഞ്ഞ് സംഭവിച്ചതായിരിക്കാം. ഇനി അതിനപ്പുറത്ത് പിടിവലിക്കിടയിൽ ഉണ്ടായതാണെങ്കിൽ ആരോഗ്യമന്ത്രിയുടെ ചുറ്റും നിന്നതും അവരുടെ പിടിവലി നടത്തിയതും അവരുമായിട്ട് തർക്കത്തിൽ ഏർപ്പെട്ടതും ഒക്കെ പോലീസ് ഉദ്യോഗസ്ഥരാണ്. ആരോഗ്യമന്ത്രിയുടെ കഴുത്ത് പിടിച്ച് ഞെരിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണം. വിപ്ലാഷ് ഇഞ്ചുറി, താങ്കൾ പറഞ്ഞ വാക്ക് എനിക്ക് ഇപ്പോഴും കിട്ടുന്നില്ല. ഈ ഇഞ്ചുറി MRI സ്കാൻ നടത്തി മെഡിക്കൽ ബുള്ളറ്റിനിൽ ഗുരുതരമായിട്ടുള്ള സംഭവമാണ് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ പരിക്ക് എന്താണെന്ന് കണ്ടെത്താൻ പറ്റുന്നില്ല. ICUവിൽ കിടക്കേണ്ട രോഗി എന്ന് മെഡിക്കൽ ബുള്ളറ്റിൻ നിരന്തരം ഇറക്കിക്കൊണ്ടിരുന്ന മന്ത്രി എന്തുകൊണ്ടാണ് ഇന്ന് വെളുപ്പിന് 4 മണിക്ക് അവിടുന്ന് ഇന്നോവ കാറിൽ 100 കിലോമീറ്റർ തെക്കോട്ട് യാത്ര ചെയ്തത്? എന്തുകൊണ്ടാണ്? ഒരു എയർ ആംബുലൻസ് ഉപയോഗിക്കണ്ടേ? ഇവരെ കിടത്തിക്കൊണ്ടുപോണ്ടേ? ഞാൻ എന്നേ പറഞ്ഞില്ലേ ഇതൊക്കെ പറ്റിപ്പാണം. ഈ തീരാവേദനയിൽ പിടയുന്നു എന്ന് CPM നേതാക്കന്മാർ വിലപിക്കുന്ന സമയത്ത് ഈ മന്ത്രി വെളുപ്പാങ്കാലത്ത് ആളുകൾ ആരും കാണാതെ ഇന്നോവ കാറിൽ ഇരുന്ന് യാത്ര ചെയ്യുന്നതിന്റെ അത് മനസ്സിലാകുന്നില്ല. അപ്പോൾ ഇവർ പറയുന്നത് കള്ളമാണോ അഭിനയമാണോ എന്നുള്ള സംശയം ഉണ്ടാകും. അത് ശരിയാ. കേരളത്തിൽ ഇപ്പൊ പുതിയൊരു സർജനാണ് AM ഷംസീർ. നോക്കി കണ്ടുപിടിക്കും. അതായത് കഴുത്തിൽ പരിക്ക്, ഗുരുതരമായ പരിക്ക് കശേരുക്കൾക്കുണ്ട് എന്ന് നോക്കി കണ്ടുപിടിച്ച ഷംസീറിന്റെ ഉപദേശപ്രകാരം മുഖ്യമന്ത്രി വിളിക്കുന്നു. വേദനയുണ്ടെന്ന് മന്ത്രി പറയുന്നു. അതുവരെ ഓർമ്മയില്ലാത്ത വേദന അപ്പം മന്ത്രിക്ക് വരുന്നു. ഇതൊക്കെ വേറൊരു നമ്പർ അല്ലേ? ഇന്നലെ രാത്രി നമ്മൾ അറിയുന്നത് ഗുരുതരാവസ്ഥയിൽ തുടരുന്ന മന്ത്രി. ഞാൻ വിചാരിച്ച ഈ മിന്നാരം സിനിമയിലെ ശോഭനയ്ക്ക് മരുന്നെത്തിക്കുന്നത് പോലെ അമേരിക്കയിൽ നിന്ന് വല്ല പ്രത്യേക മരുന്ന് എത്തിക്കാനുള്ള ശ്രമം നടത്തുമെന്ന് പോലും നമ്മൾ സംശയിക്കുന്ന ഗതികേടിൽ അത്രയും ഗുരുതരാവസ്ഥയിൽ നമ്മുടെ ആരോഗ്യ വകുപ്പ് മന്ത്രി കിടക്കുന്നു. ഒരു തലോണ അവിടെ ബെഡ്ഷീറ്റ് ഇട്ട് മൂടി വെച്ചിട്ട് മന്ത്രി ഇന്നോവ കാറിൽ കയറി തെക്കോട്ട് പോയെന്ന് പറയാ. ഇപ്പോഴും തിരുവനന്തപുരത്ത് എത്തിയിട്ടില്ല. മന്ത്രി എവിടേക്കാ പോയതെന്ന് നമുക്കറിയോ? അപ്പൊ കാണാതായ മന്ത്രിയെ ആഭ്യന്തര വകുപ്പ് കണ്ടുപിടിക്കണം. ഇത്രയും ഗുരുതരാവസ്ഥയിലായ മന്ത്രി എങ്ങോട്ട് പോയി? മന്ത്രിക്ക് ആരാണ് ഈ വെളുപ്പം കാലത്ത് 4 മണിക്ക് ഡിസ്ചാർജ് കൊടുത്തത്? കേരളത്തിലെ ആശുപത്രിയിൽ വെളുപ്പിന് 4 മണിക്ക് ഡിസ്ചാർജ് കൊടുക്കുന്ന പദ്ധതി ഉണ്ടോ? അത് മറ്റു ആളുകൾക്ക് അനുവദനീയമാണോ? അത്ര അനുവദനീയമല്ലാത്ത ഒരു രോഗി കേരളത്തിലെ ആരോഗ്യ പ്രോട്ടോകോൾ ലംഘിച്ചുകൊണ്ട് ആരോഗ്യമന്ത്രി തന്നെ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെതിരെ നടപടിയെടുക്കണം. ഇനി അല്ല, മന്ത്രി ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയതാണെങ്കിൽ അക്കാര്യത്തിലും കൂടി അന്വേഷണം നടക്കണം. കോൺഗ്രസിന്റെ പ്രതി ഒരു രാഷ്ട്രീയത്തിന്റെ ഭാഗമായി പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം, പ്രത്യേകിച്ച് കോൺഗ്രസ്സുകാരാണ്. പക്ഷെ അങ്ങ് ഇവിടെ നടത്തിയ ആമുഖ പ്രഭാഷണം ഉണ്ടല്ലോ, കേരളത്തിലെ മാധ്യമ ലോകത്തിന് അപമാനമാണ്. അങ്ങയുടെ വാചകത്തിൽ പറഞ്ഞതുപോലെ കേട്ടുകൊണ്ടിരിക്കുന്നവർ, നാട്ടിലുള്ളവരെല്ലാം മൊണ്ണയല്ലെന്ന് പറയുന്ന വാചകം തന്നെയാണ് അതിന് പറ്റിയ മറുപടി. കേരളത്തിലുള്ളവരെല്ലാം മൊണ്ണകളല്ല, നിങ്ങളുടെ ചാനൽ ചർച്ച കേൾക്കുന്നവർ മൊണ്ണകളല്ല. അപ്പൊ നീയോ? ഞാനും ഏതാണ്ട് ഇതിന്റെ കൂടെ അടുത്തായിട്ട് വരും. ഞാൻ പറഞ്ഞില്ല, അവാസ്തവം എന്തെങ്കിലും പരിക്ക് രണ്ടാമത് എടുക്കാൻ നമുക്ക്. അങ്ങ് പറഞ്ഞത് മുഴുവൻ അവാസ്തവമാണ്. അങ്ങ് അവാസ്തവമല്ല പറയുന്നത്, ആക്ഷേപമാണ് പറഞ്ഞത് മുഴുവൻ. പക്ഷെ ആ സമീപനത്തോടുള്ള എന്റെ വിയോജിപ്പ് പറയാതെ ഈ ചർച്ചയിൽ മനുഷ്യത്വം എന്നൊരു ഒരൊറ്റ ഒരു അവാസ്തവം അങ്ങ് ചൂണ്ടിക്കാണിക്കണം. ആരോഗ്യമന്ത്രിയുടെ KK കൈയൊടിഞ്ഞപ്പോൾ കൈയൊടിഞ്ഞിട്ടില്ല എന്ന് പാർട്ടി പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞതിൽ അവാസ്തവമായി ഒന്നും വിലാസിപ്പിക്കുക. ഞാൻ പറഞ്ഞത് എന്താണ്? ഞാൻ പറഞ്ഞത് ഇതിനെ അനുവാദരഹിതമായി പെരുപ്പിച്ച് കേരളത്തിൽ ഒരു സംഘർഷം ഉണ്ടാക്കാൻ ഒരു നീക്കം നടന്നോ എന്നാണ് എന്റെ ചോദ്യം. അയാൾ പാൻസി ഷർട്ടുമാണ്, മറ്റേ ആൾ മുണ്ട് ഷർട്ടുമാണ്. ഇവർ രണ്ടുപേരും കൂടി മന്ത്രി വന്നപ്പോൾ
പോലീസ് അതിൻ്റെ പുറകിൽ പോകുന്നു. അവർക്ക് പോലും പ്രതീക്ഷയില്ലാത്തവണ്ണം ഇവർ നുഴഞ്ഞകത്തേക്ക് കയറിയ അകത്തേക്ക് കയറിയതിൽ നീല ഷർട്ടിട്ട ആളെ മാത്രമേ തടയാൻ പറ്റിയുള്ളൂ. അങ്ങ് പറഞ്ഞ ഏത് ദൃശ്യങ്ങളാണ്? ഞാനിപ്പോ തരട്ടെ, തരൂ പ്ലീസ്. ആ ദൃശ്യം ഞാനിപ്പോ തരട്ടെ, ആ ദൃശ്യം തരട്ടെ പ്ലീസ്. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? ഈ ചർച്ച തിരുന്നും അയച്ചു തരാം. ഇതുവരെ കേരളം കാണാൻ ദൃശ്യങ്ങളാണ്. കാത്തു നിൽക്കുന്നതും ഇതുവരെ കേരളം കാണാൻ ദൃശ്യങ്ങളാണ്. അങ്ങ് അയച്ചു തരണം. കേരളം കണ്ട ഞാൻ പറയാം. ഇതുവരെ കേരളം കാണാൻ ദൃശ്യങ്ങളാണ്. അങ്ങ് അയച്ചു തരണം. അങ്ങ് എത്ര പേര് അയച്ചു തരണം. ഞാനത് സംപ്രേഷണം ചെയ്യും. ഉറപ്പായും സംപ്രേഷണം ചെയ്യും. നിങ്ങൾ എന്തോ മനസ്സിൽ വെച്ച് പറയാനുള്ളത്. അത് അയച്ചു തന്നിട്ട് ഇന്ന് ഞാൻ ഉറങ്ങും. എന്റെ പിന്നെ അല്ല ഉറങ്ങാ അങ്ങനല്ല. 8 മണിക്ക് മുമ്പ് എനിക്ക് അയച്ചു തരണം. കാര്യം അങ്ങയുടെ മക്കളുണ്ടെങ്കിൽ അതെനിക്ക് ചർച്ചക്കിടയിൽ തന്നെ കാണിക്കണോ? ഒരു പയ്യൻ പോയി ജനലിൽ കൂടെ എത്തി നോക്കുന്നു, മന്ത്രി എവിടം വരെ ആയി എന്നറിയാൻ. എന്നിട്ട് ഇയാൾ പുറകെ ഓടിന്നിട്ട് ഈ രണ്ടാമത് പാൻസ് ഇട്ട ആൾ അകത്തേക്ക് കയറിയിട്ട് അയാളെ ഒരു വെളുത്ത ഷർട്ട് ഇട്ട പോലീസുകാരൻ പിടിച്ച് പുറകോട്ട് മാറ്റുന്നു. ഇത്രയുമാണ് നമ്മുടെ മുമ്പിൽ വിസിബിൾ ആയ ദൃശ്യം എന്ന് പറഞ്ഞാൽ. ബാക്കി അതിനകത്ത് നടന്നത് ഡ്രോൺ ക്യാമറ ഇല്ലാത്തതുകൊണ്ട് അത് പുറത്തു വരാൻ സാധ്യത. കാരണം പിന്നീട് മുഴുവൻ പോലീസ് കവറിംഗ് ആണ്. അത് ഭയങ്കരം തന്നെ. നിങ്ങൾ പിരിച്ചൊടിച്ചതും വേറെ എന്തെങ്കിലും ചെയ്തതൊക്കെ അവിടെ ഇരിക്കട്ടെ. അല്ല എം പി എന്ന് പറഞ്ഞാണ് സന്ദർഭത്തിൽ വേറെ ആരും പറഞ്ഞല്ല. പലതരത്തിൽ സംഭവിക്കാം. ഈ സാറേ പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറഞ്ഞല്ല സത്യം വിശ്വസിക്കുന്നുണ്ടാവില്ലേ? അതല്ല അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുക. അല്ല ഇപ്പൊ എന്താ ചെയ്യുക? അങ്ങ് ഈ പിന്നെ കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞപ്പോ ഒരു വിഷമവും ഇല്ലാതെ കേട്ടോണ്ടിരിക്കുകയും ഞാൻ ചോദിച്ചു. നിനക്ക് പറ്റൂലേ കളഞ്ഞിട്ട് പോടേ. വീണ ജോർജ് ആരോഗ്യവകുപ്പ് മന്ത്രി അല്ലാതിരിക്കുന്ന സമയത്ത് കേരളത്തിലെ ഒരു ആശുപത്രിയിൽ ഒരു സർജറിയുമായി ബന്ധപ്പെട്ട് നടന്ന പ്രശ്നമാണ് അത്. അവിടെ വെയിൻ കട്ട് ചെയ്യുന്ന സിസർ അല്ല, ബ്ലഡ് വരാതിരിക്കാൻ വേണ്ടി അവർ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ്. പലരും ചേർന്നിട്ടാണ് സർജറി നടത്തുന്നത്. ഞാൻ അതിലേക്ക് എത്തി. അതിലേക്ക് വരല്ലേ? എം സ്വരാജ് ന്യായീകരിച്ച പോലെ ഒരു കത്രിയോ മറ്റോ എന്തോ വയറിനകത്ത് തുന്നിക്കെട്ടി പരിഹസിക്കില്ലേ? ആ കത്രികയുടെ ചെറിയ നീളമൊന്നും പറയല്ലേ? ഒരു കത്രിക ഒരു വയറ്റിൽ വെച്ച് 5 വർഷക്കാലം ഒരു വീട്ടമ്മ നടന്നു. ആ വേദന മൊത്തം സഹിച്ചൊരു വീട്ടമ്മ നടന്നു. എന്നിട്ട് ആ കത്രിക പുറത്ത് നമ്മൾ കണ്ട ഈ നീളത്തിലുള്ള കത്രികയാണ്. ഈ ഇത്തരമുള്ള നേരത്തെ പറഞ്ഞ പോലെ മാക്കോട്ടെ ഒന്നും അല്ല. ലോക നിലവാരത്തിലുള്ള ശരി ആയിക്കോട്ടെ ലോക നിലവാരത്തിലെ ശരി ലോക നിലവാരത്തിലെ കേരള ആശുപത്രി, ലോക നിലവാരത്തിൽ കത്രികൾ വയറ്റിൽ പോകുന്ന കുഞ്ഞിന്റെ കൈ മുറിച്ച് കളയുന്ന ഈ പറയുന്ന നായയുടെ വില പോലും ഇല്ലല്ലോ അൻവർ സാത്ത് എന്ന് പറഞ്ഞൊരു CPM കാരൻ മരിച്ചു പോകുന്ന ലോക നിലവാരത്തിലെ കേരളം സംബന്ധിച്ചു. ഈ എം വി ഗോവിന്ദൻ പറഞ്ഞതുപോലെ ഈ വീണ ജോർജിന്റെ കഴുത്ത് പിടിച്ചിരിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നോ? വന്നില്ല. അവരുടെ കൈ പിടിച്ച് ഒടിക്കുന്ന ദൃശ്യങ്ങൾ വന്നോ? ഇല്ല, പുറത്തു വന്നില്ല. അവരെ വധിക്കാൻ ശ്രമിക്കുന്ന ഏതെങ്കിലും ദൃശ്യങ്ങൾ ഇതുവരെ കണ്ടെത്താൻ പറ്റിയോ? കണ്ടെത്താൻ പറ്റിയില്ല. അപ്പൊ ഈ പറഞ്ഞതെല്ലാം കള്ളമാണെന്ന് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ വിശ്വസിക്കണം. കാരണം എന്ത് കള്ളം പറയാനും യാതൊരു മടിയുമില്ലാത്ത ആളുകളാണ് CPM നേതാക്കന്മാരെന്ന് ചരിത്രം. രണ്ടുപേർ പുറത്ത് കൊടിയായിട്ട് ഇതുവരെ നമ്മൾ കണ്ട ദൃശ്യങ്ങളെ അതിലുള്ളൂ. അകത്തേക്ക് കയറുന്നത് കണ്ടല്ലോ. ഇതുവരെ നമ്മൾ കണ്ട ദൃശ്യങ്ങളെ അതിലുള്ളൂ. ഇയാൾക്ക് തലയ്ക്കെന്താ തകരാറാണ്? ക്യാപ്സൂൾ ഉണ്ടാക്കാനുള്ള മാധ്യമപ്രവർത്തകന്റെ വ്യഗ്രതയിൽ അയാൾ പറഞ്ഞ വ്യാഖ്യാനമാണ്. ഇത് കോടതി പോയ കോടതിയുടെ തോട്ടിക്കളയും PK ഗോപൻ. ഇപ്പൊ കാര്യങ്ങളൊക്കെ വ്യക്തമായല്ലോ.